ഓ വൈദ്യരെ ചെറിയൊരു തലവേദന. വൈദ്യർക്ക് ടാറ്റ കൊടുക്കുന്നത്? ടാറ്റ കൊടുക്കുകയല്ല, ഒരു മരുന്ന് പുരട്ടിയിട്ടുണ്ട്. അത് പുരട്ടിയാൽ വീശി ഉണക്കണം. പറക്കുമ്പോൾ ഇടത് ചിറകിൻ്റെ ഒരു വേദന, അത് മാറാനാ. ഓ അത് മാറി വലത് ചിറകിന് വേദന വരുമോ? തീർന്നു. 20 തവണ വീശിയാൽ മതി, മരുന്ന് തുടങ്ങും. ശരി, എന്താ പ്രശ്നം? തലവേദനയോ? വെറും തലവേദനയല്ല, ചെറിയ തലവേദന അല്ലേ സൂത്ര? ഓ ഈ ഇല പിഴിഞ്ഞ് ചെവിയിൽ ഒഴിച്ചാൽ മതി. ചെവിയിലാണ് തലവേദന? മരുന്ന് ഒഴിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. താനൊന്ന് കറങ്ങാനൊക്കെ പോയിട്ട് വാ. വൈദ്യരി, വേറൊരാൾക്കും പറക്കുമ്പോൾ ചിറക് വേദന. ആ വീശി ഇണങ്ങുന്ന മരുന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു. ആർക്കാ അസുഖം? അത് പറയൂ. അതറിഞ്ഞാലല്ലേ മരുന്ന് തരാൻ പറ്റൂ. മരുന്ന് എനിക്ക് തന്നാൽ മതി. പേര് പറയേണ്ടതെന്ന് അങ്ങേര് പറഞ്ഞു. അത് പറ്റില്ല, രോഗി ആരാണെന്ന് അറിയണം. എന്നോട് പറയരുതെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് തരില്ലെന്ന് പറഞ്ഞു. പറയില്ലെന്ന് ഞാൻ സത്യം ചെയ്തു പോയി. പേരറിഞ്ഞേ പറ്റൂ. ശരു, ഞാൻ സത്യം ചെയ്തതിൻ്റെ പൊന്നു വൈദ്യരെ, മരുന്ന് തരണേ. ഇങ്ങനെ കിടന്ന് കരഞ്ഞാലോ കുട്ടികളെ പോലെ. ശരി, മരുന്ന് തരാം. വേദന മാറിയില്ലെങ്കിൽ വരാൻ പറയൂ. വൈദ്യരെ, വേദന മാറിയില്ല. പറക്കുമ്പോൾ ചിറകിനൊരു പിടുത്തം. വൈദ്യര് സൂപ്പറായി പറക്കുന്നുണ്ടല്ലോ. ചിറക് സ്റ്റക്കാവത്തില്ലല്ലേ? കരുതാക്കനോ താക്കെടുത്ത് വളച്ചു ദ്രോഹി. അയ്യോ, ചിറക് അരക്കാൻ പറ്റത്തില്ല. വൈദ്യരല്ലേ താഴോട്ട് പോകുന്നത്? അയ്യോ, ഓ ദുഷ്ടൻ, മുതുക് കളികണ്ണ് പോലെ ആക്കി. മടുത്തു. ഇതിനൊരു അറുതി വരുത്തണം. എന്തിനു മുതുകിനോ? ശബ്ദമുയർത്തി സംസാരിച്ചതിനല്ലേ അങ്ങേരിടിച്ചത്? ഇങ്ങനെ രാജാവോ? ഇനി അത് നടപ്പില്ല. ഒരു സെക്യൂരിറ്റി നിർത്തണം. സെക്യൂരിറ്റിയോ? അതെ, ശത്രുക്കളെ ഇടിക്കാൻ വേണ്ടി കൂടെ നടക്കുന്നവൻ. സൂത്ര, ഒരു സൂപ്പർ ഇടിക്കാരനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ആളാ. അപ്പോൾ നേരിട്ട് ചോദിക്കാം. ചേട്ടാ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇടിച്ച് കളിമണ്ണാക്കുന്ന കാര്യമാ. ആദ്യം ഈ പണിയൊന്ന് തീർക്കട്ടെ. ഇനി പറ, എന്താ വന്നത്? എന്ത് ജോലിയാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ഇടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. രോമത്തിനിടയിൽ 4-5 പൊടി കയറി. അത് മാറ്റാനിരുന്നതാ. എനിക്ക് ഈ വക കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയാണ്. സൂക്ഷ്മത വേണം, സൂക്ഷ്മത. എനിക്കും ഇതുപോലെ ഒരാളെയാ വേണ്ടത് അടിക്കാൻ. അത് ഞാൻ ഏറ്റു. അടിച്ച് 5.5 പല്ല് വീഴ്ത്താൻ പറഞ്ഞാൽ 5.5 പല്ല് തന്നെ വീണിരിക്കും. അതാണ് സൂക്ഷ്മത. എന്നാൽ പിന്നെ പുറപ്പെടാം. ആ വടിയെടുത്തോ. കടീനെ തല്ലി കളിമണ്ണാക്കണം. അയ്യോ, പറഞ്ഞിരുന്നില്ല, അതാ വരുന്നു. അടി തുടങ്ങിക്കോ ചേട്ടാ. അതിനു മുമ്പ് ഒരു പണിയുണ്ട്. ഇന്നെ തലരണായി കൊണ്ടാം അലവരാതി. കുത്തി നടന്നപ്പോൾ വടിയിൽ 4-5 പൊടി കയറി. അത് മാറ്റാനിരുന്നതാ. സൂക്ഷ്മത വേണ്ടേ, സൂക്ഷ്മത. ബൈ തലയുള്ള ആളവിടെ. ഇറച്ചി. ഇത് കിട്ടിയിട്ട് തനിക്ക് എത്ര ഒരു സന്തോഷമില്ലാത്തത്? തിന്നാൻ പറ്റില്ലടോ. എൻ്റെ അമ്മ ഒളിപ്പിക്കാൻ തന്നതാ. ഒളിപ്പിക്കാനോ? അതെ, മാനേജ് ഇറച്ചിയാ. ഏതോ മരുന്ന് ചേർത്തതാ. വൈകുന്നേരം കഴിക്കാനാണ് അത്രേ. അതുവരെ ഒളിപ്പിക്കണം. ആരും എടുക്കാത്ത തരത്തിൽ വെക്കാൻ ഒരു സൂത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. നമുക്കിത് കുഴിച്ചിട്ടാലോ? അത് പറ്റൂലേ. തുറന്നു വെക്കണം, അല്ലെങ്കിൽ മരുന്ന് കേടാവുന്നു. മരപ്പത്തിൽ വെച്ചാലോ? മരപ്പത്തിൽ തുറന്നല്ലേ ഇരിക്കുന്നത്. പറ്റില്ല, ഇറച്ചിയിൽ വെയിൽ കൊള്ളണം. എന്നാൽ പിന്നെ ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് കാവലിരിക്കാം. വൈകുന്നേരം വരെയോ? അത്രയും വെയിൽ കൊണ്ടാൽ നമ്മൾ കിടപ്പിലാവും. അതുമാത്രമല്ല, അമ്മാവൻ എന്നോട് ഒന്നുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ ഒരു ഹെൽപ്പ് വേണം. 8-10 കല്ലുകൾ അടുക്കി വെച്ച് മുകളിൽ ഇറച്ചി കഷ്ണം വയ്ക്കുക. ഏറ്റവും വലിയ കല്ല് താഴെ, അതിന് മുകളിൽ അതിലും ചെറുത്, പിന്നെ അതിലും ചെറുത്, അങ്ങനെ 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 വെച്ചിട്ട് എന്താ ഗുണം? എടോ, അങ്ങനെ വെച്ചാൽ അതൊരു ശില്പം പോലെ ഇരിക്കും. ഇറച്ചി ശില്പത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിയാൽ ആരും പിന്നെ അതിൽ തൊടില്ല. എങ്ങനെ ഇടഞ്ഞ ബുദ്ധി. ശില്പം തുടരുത് എന്ന് എഴുതി വെക്കുകയും ചെയ്യാം. പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. പിന്നെ ഒരു ഒറ്റ കാര്യം, കല്ലുകൾ അടുക്കി വയ്ക്കുമ്പോൾ മറിഞ്ഞു വീഴാൻ നോക്കണം. അതിനൊക്കെ എൻ്റെ കയ്യിൽ സൂത്രമുണ്ട് സൂത്ര. എന്നാൽ പിന്നെ വർക്ക് തുടങ്ങിക്കോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് പതുക്കെ വരാം. സൂത്ര, പോയി ഇറച്ചി പോയി ഒരു ചെന്നായ എടുത്തോണ്ട് ഓടി. എങ്ങനെ അവൻ ശില്പത്തിൽ കയറിയോ? എന്തിനാ കയറുന്നത്? കയറാതെ തന്നെ എടുത്തു. മറിഞ്ഞു വീഴാതിരിക്കാൻ ഞാൻ ഈ കുഴിയിലായ കല്ലല്ല എടുത്തിട്ടത്. ആ ദ്രോഹി എടുത്തോണ്ട് പോയി സൂത്ര. നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ടെൻഷനായിട്ട് പോയോ. അയ്യോ, എന്ത് പറ്റി? എൻ്റെ അമ്മാവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു. പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. ചെയ്തില്ലെങ്കിൽ അമ്മാവൻ ദേഷ്യപ്പെടും. അതങ്ങ് ചെയ്താൽ പോരെ? മതി. പക്ഷേ ടെൻഷൻ കാരണം ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ശാന്തമായി നേരിടണം. ഞാൻ സഹായിക്കും. സൂത്രൻ കടിയൻ്റെ ഇടി പോലും ശാന്തമായി നേരിടുന്ന ആളാണ്. ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് 2-3 ഘട്ടങ്ങളായി തിരിക്കണം. എന്നിട്ട് ഓരോ ഘട്ടങ്ങളായി ചെയ്ത് തീർക്കാം. വേഗം 2-3 കട്ട കൊണ്ടുവരൂ. കട്ടയല്ലടോ, ഘട്ടം. 3 ഘട്ടമായി തിരിക്കാമല്ലേ? അതെ, വളരെ നല്ല തീരുമാനം. ആദ്യത്തെ ഘട്ടത്തെപ്പറ്റി മാത്രം ഓർത്തു വയ്ക്കുക. ആദ്യം ഒരു പാത്രം കുഴിച്ചിടണം. ഞാൻ പോയി കൊണ്ടുവരാം. ഘട്ടം 1, ഈ പാത്രം ആഴത്തിൽ കുഴിച്ചിടണം. ഓക്കെ, ശരി, കുഴി ഉണ്ടാക്കൂ. 3 ഘട്ടമായി കുഴിക്കണോ? 1-ാം ഘട്ട കുഴി റെഡി. കുഴിച്ചിട്ടു. ഇനി 2-ാം ഘട്ടം പറ. ഇപ്പോൾ വരാവേ. ഈ അടപ്പ് കുഴിച്ചിടണം. ഇതാ പാത്രത്തിൻ്റെ അടപ്പല്ലേ? അതെ, ആ പാത്രം അടച്ചു വയ്ക്കുന്ന തരത്തിൽ ഇത് കുഴിച്ചിടണം. എന്നാൽ പിന്നെ ഇത് നേരത്തെ പറയേണ്ട. സമയം എത്ര പോയി?
അല്ല, ആദ്യത്തെ ഘട്ടം മാത്രം ഓർമ്മിക്കാൻ പറഞ്ഞപ്പോൾ ഇനി പാത്രമല്ല ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇപ്പോൾ പറയണം. ഇനി പാത്രമൊന്നുമില്ല. റെഡി, ഇനി മൂന്നാം ഘട്ടം കൊണ്ടുവരാം. ഇനി ഈ ഇറച്ചി കഷ്ണം ആ പാത്രത്തിൽ വെച്ച് അടയ്ക്കണം. അതും കൂടി ആയാൽ പൂർത്തിയായി. എടാ, പറഞ്ഞതെല്ലാം ചെയ്തോ? ശരു, നിന്നെക്കാളും മണ്ടന്മാരും ഈ കാട്ടിലുണ്ടറാ. അതെ, ഇങ്ങോട്ടും നോക്കാമോ? കണ്ടോ? കല്ല് വെക്കുന്നതല്ലേ, അത് കണ്ടു. അതല്ല, എനിക്ക് ഇത്രയും ശക്തിയുണ്ട്. ഞാനാ ഈ ഏരിയയിലെ ഏറ്റവും വലിയ ശക്തൻ. ശക്തൻ്റെ പേരെന്താ? തൾബഹുത്ത് കാട്ടുപോത്ത്. എൻ്റെ കൂടെ വന്നാൽ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. വേറെ കല്ല് വെക്കാനാണോ? കണ്ടോ, എൻ്റെ ആരാധകർ എൻ്റെ പ്രതിമ ഉണ്ടാക്കി. എൻ്റെ ശക്തി കണ്ട് ആരാധകരായതാ. ഓ, കൊള്ളാമല്ലോ. പേര് കേട്ടപ്പോൾ ഫുള്ള് തള്ളാണെന്നാണ് കരുതിയത്. എല്ലാം കൊള്ളാം, പക്ഷേ ഒരുത്തന് മാത്രം എന്നെ ഒരു ബഹുമാനമില്ല. ആ, ദാ പോകുന്നു. ആ പോകുന്ന പോത്താണ് പുള്ളി. കംപ്ലീറ്റ് കുറ്റമാ. നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നെ ഒന്ന് ബഹുമാനിക്കാൻ പറയണം. ഓ, അത്രയേ ഉള്ളൂ. ശ്രമിച്ചു നോക്കാം. സൂത്രം വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ല. പുള്ളിക്ക് തൽക്കാലം എന്തോ ഒരു ആവശ്യമുണ്ട് അത്രയും. അത് ചേട്ടൻ നടത്തി കൊടുത്താൽ ബഹുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അത് മതി. നിങ്ങൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമുണ്ട്, നല്ല ശക്തി വേണ്ട കാര്യമാണ്. അതൊക്കെ ഞാൻ ഏറ്റു പറ. ഞാൻ സ്ഥിരമായി നടന്നു പോകുന്ന വഴിയിലെ ഒരു തടസ്സം പൊളിച്ചു വരാനാ. അത് പൊളിച്ചു തന്നാൽ ഫുൾ ടൈം ബഹുമാനിക്കാം. എന്ത് പറയുന്നു? പൊളിക്കാമല്ലോ. ഗുഹയാണോ? എന്തായാലും ഞാൻ പൊളിച്ചിരിക്കും. ഗുഹയും പുഹയൊന്നും അല്ല, ഒരു പ്രതിമയാ വഴിയിലെ തടസ്സം. അതൊന്ന് പൊളിച്ചു തരാമോ? എടാ ദ്രോഹി. പോടാ, നീ പോടാ. അല്പനും ചെൽപ്പനും നിന്നെയാണെന്നു. നിർത്ത്. എന്താ പ്രശ്നം? ഞാൻ കാല് തെറ്റി വീണപ്പോൾ ചിരിച്ചു. അതിപ്പോൾ വീഴുന്നത് കണ്ടാൽ ചിരി വരില്ലേ? എനിക്ക് ദേഷ്യം വന്നു. ഞാനൊരു അടി കൊടുത്തു. ഞാനും തിരിച്ച് ഒരടി കൊടുത്തു. അപ്പോൾ ഞാനും തിരിച്ചു കൊടുത്തു. അപ്പോൾ ഞാനും തിരിച്ച്. മതി, തിരിച്ചത് മതി. ഒരാൾ വീഴുമ്പോൾ ചിരിക്കുകയല്ല വേണ്ടത്. പിന്നെ ചുളിവിൽ ഉപദേശിക്കാൻ പറ്റിയ അവസരമാണ് മുതലാക്കി കളയാൻ. സുഹൃത്തുക്കളെ, ഒരാൾ വീഴുന്നത് കണ്ടാൽ രണ്ടാമൻ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിലും കരഞ്ഞു കാണിക്കണം. അത് കണ്ടാൽ ഒന്നാമനും വെറുതെ ഇരിക്കരുത്, തിരിച്ചു കരഞ്ഞു കാണിക്കണം സൂത്ര. അല്ല, കരയുന്ന രണ്ടാമനെ ആശ്വസിപ്പിക്കണം. അന്നേരം ആശ്വസിപ്പിച്ചതിന് രണ്ടാമൻ നന്ദി പറയണം. നന്ദി പറയുന്നത് കേട്ടല്ലോ ഒന്നാമൻ സന്തോഷം പ്രകടിപ്പിക്കണം. സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കും? ചിരിച്ചു തുള്ളിച്ചാടിയാൽ മതി. പൊട്ടന്മാർ. വാ ജൽപ്പ, നമുക്ക് ഇതുപോലെ ചെയ്യാം. ശരി അൽപ്പ. ഉപദേശം കുറച്ച് ഓവറായോ എന്ന് സംശയമുള്ള എനിക്ക്. ഞാൻ വീണാൽ താനും കരഞ്ഞു കാണിക്കണേ ഇതേപോലെ. ജൽപ്പനും അൽപ്പനും ഇവിടെ തന്നെ ഇരിപ്പാണല്ലോ. നിങ്ങളിതുവരെ പോയില്ലേ? അൽപ്പൻ വീണതിന് ഞാൻ കരഞ്ഞു കാണിച്ചു. അന്നേരം അൽപ്പനെ ആശ്വസിപ്പിച്ചു. അന്നേരം ഞാൻ നന്ദി പറഞ്ഞു. അൽപ്പൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ആ ചാട്ടത്തിൽ അൽപ്പൻ്റെ കാൽ തെറ്റി പിന്നെയും വീണു. വീഴ്ചയിൽ ബോധം പോയി. ഇനി ഇവനൊന്ന് ഉണർന്നിട്ട് വേണം എനിക്ക് കരഞ്ഞു കാണിക്കാൻ. ഇപ്പോൾ എനിക്കുമായിരിക്കും. ചേട്ടാ, ഈ മൂങ്ങ വൈദ്യരുടെ സ്ഥലം ഏതാ? ഒരു മരക്കൊമ്പിലാ മൂങ്ങ വൈദ്യരുടെ സ്ഥലം. ആ മരക്കൊമ്പ് എവിടെയാ? വൈദ്യരിക്കുന്ന മരത്തിലാണ് ആ മരക്കൊമ്പ്. ഞാൻ പറയാണോ? മോൻ എന്തിനാ വൈദ്യരെ കാണുന്നത്? അപ്പം പിന്നെ വാരു വേദനയാ. വൈദ്യര് ഞങ്ങൾ കാണിച്ചു തരാം. ആ മരക്കൊമ്പം കാണിച്ചു തരാം. മോനെ ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാൻ അടുത്ത കാട്ടിലായ താമസം. അപ്പൂപ്പനെ കാണാൻ വന്നതാ. നാളെ തിരിച്ചു പോകും. ഓ, അപ്പൂപ്പനെ എന്ന് മുതലാ വാലുവേദന തുടങ്ങിയത്? 2 ദിവസം മുമ്പാണെന്ന് പറയാൻ പറഞ്ഞു. വാലാടുന്നത് കൊണ്ടാ വേദന എന്ന് അപ്പൂപ്പൻ പറയാൻ പറഞ്ഞു. വാലാട്ടുമ്പോഴാണോ വേദന? എങ്കിൽ പിന്നെ എന്തിനാ വാലാട്ടുന്നത്? അതിപ്പോൾ ഒരു തമാശയ്ക്കായിരിക്കും. ഓ, സ്നേഹവും സന്തോഷവും വരുമ്പോൾ വാലാട്ടുന്നവരുണ്ട്. ചിലപ്പോൾ അങ്ങനെയാവാം. അപ്പൂപ്പൻ എന്നോട് സ്നേഹമാ, വാലാട്ടുമ്പോൾ എനിക്ക് സന്തോഷമാ. ഓ, പക്ഷെ വാൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തോ പ്രശ്നമായിരിക്കും. സന്തോഷം വരുമ്പോൾ വാലാട്ടുമ്പോൾ വേദന വരും. അപ്പോൾ വേദന വരുമ്പോൾ പിന്നെയും വാലാട്ടുമ്പോൾ സന്തോഷമാണോ മോനെ വരുന്നത്? ഞാൻ മരുന്ന് തരാം. 2 ദിവസം വാലാട്ടാതെ നോക്കണം. വാലാട്ടാതിരിക്കാൻ പറ്റില്ല, സന്തോഷം കിട്ടണ്ടേ. അപ്പൂപ്പനോട് നേരിട്ട് സംസാരിച്ചാലേ ശരിയാവൂ. ഓ, വൈദ്യുതി വന്നോ, നന്നായി. വാലാട്ടുമ്പോൾ വേദനയുണ്ടല്ലേ? അപ്പൂപ്പൻ വാലാട്ടുന്നത് 2 ദിവസം ഇരിക്കണം കേട്ടോ. അതിന് എൻ്റെ വാലാട്ടുന്നത് ഞാനല്ല വൈദ്യരെ. ഈ വികൃതിയെ വാലിക്കിടന്ന് തൂങ്ങി ആടുന്നത് കള്ള ചെറുക്കൻ.